ഇൻവെസ്റ്റ്മെന്റ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. യെസ്, ഗോൾഡ്. 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. 2021 നടന്ന നാഷണൽ സാമ്പിൾ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങുന്നത് നമ്മുടെ കേരളക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇപ്പോഴും സ്വർണ്ണത്തിനോട് ഭയങ്കര ഒരു പ്രിയം? അപ്പോൾ അതിന് ഗുണങ്ങൾ, അതിന് റിസ്ക്, എങ്ങനെ ബെറ്റർ ആയിട്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ റോഷൻ. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം തന്നെ എന്തുകൊണ്ട് സ്വർണം? നമ്മുടെ നാട്ടിലെ സിൽവർ, ബ്രോൺസ് അങ്ങനെ പല മെറ്റൽസും ഉണ്ട്. പക്ഷെ ആളുകൾക്ക് ഇഷ്ടം സ്വർണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം ഏകദേശം 5000 വർഷത്തോളമായി സ്വർണ്ണം ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത് 1971 മുതലാണ് ഗോൾഡ് ഒരു കറൻസി അല്ലാതെയായി മാറിയത്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ സ്വർണം കയ്യിൽ വയ്ക്കാന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറിയുടെ ഒരു സ്റ്റാറ്റസ് ആണ്, അതൊരു ഇമോഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, അതും ചെക്ക് ചെയ്യാം. നമ്പർ 1, ലെസ് കറക്ഷൻ. മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയല്ല ഗോൾഡിന് വില വലിയ രീതിയിൽ ഇടിയാറൊന്നുമില്ല. നമ്പർ 2, ലിക്വിഡിറ്റി. ഗോൾഡിൽ എപ്പോൾ വേണമെങ്കിലും പൈസ സാധിക്കും. നമുക്ക് ജ്വല്ലറി പോയിട്ട് വിൽക്കാം, പണയം വയ്ക്കാം. നമ്പർ 3, ഡ്യൂറബിലിറ്റി. മറ്റുള്ള മെറ്റൽസിന് പോലെയല്ല ഗോൾഡ് പെട്ടെന്ന് പൊട്ടോ തുരുമ്പിക്കോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെ ബെറ്റർ ആയിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഗോൾഡിൽ 3-4 ടൈപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 1, ഫിസിക്കൽ ഗോൾഡ്. 2, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഗോൾഡ് ETF-ഉം. 3, സോവറിൻ ഗോൾഡും ഉണ്ട്. നമുക്ക് ഈ 3ഉം ഒരു ടേബിൾ വെച്ച് കമ്പയർ ചെയ്യാം. ഇതാണ് നമ്മുടെ കമ്പാരിസൺ ടേബിൾ. ആദ്യം നമുക്ക് ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യം പറയാം. നമ്മളൊരു ഫിസിക്കൽ ഗോൾഡ് ജ്വല്ലറി പോയിട്ടാണ് നമ്മൾ വാങ്ങാറ്. അപ്പോൾ അതിന് പണിക്കൂലി, അതിന്മേലെ GST വരും. ഒപ്പം ഇത് എടുത്തേക്കാനുള്ള കോസ്റ്റും വേറെ. അപ്പം മൊത്തത്തിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. സോ നമുക്ക് ഇതിനൊരു റെഡ് ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് റിസ്ക്. ഫിസിക്കൽ ഗോൾഡ് മോഷണം പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതിനും നമുക്ക് റെഡ് ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് ലിക്വിഡിറ്റി. ഒരു ഫിസിക്കൽ ഗോൾഡ് നമുക്ക് പെട്ടെന്ന് പൈസ വയ്ക്കാൻ സാധിക്കും. ജ്വല്ലറി പോയിട്ട് വിൽക്കാം, അല്ലെങ്കിൽ പണയം വയ്ക്കാം. സോ ഇതിൽ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് ലോണ്. ഒരു ഫിസിക്കൽ ഗോൾഡ് വെച്ചൊരു ലോൺ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനും നമുക്ക് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എഫക്റ്റീവ് റിട്ടേൺസ്. നമ്മൾ വാങ്ങിയ സ്വർണ്ണത്തിന് വില കൂടി കഴിഞ്ഞാൽ നമ്മളത് റിട്ടേൺസ് ഒപ്പം കൂടും. പക്ഷേ നമ്മൾ ആദ്യം കൊടുത്ത മേക്കിംഗ് ചാർജും GSTയും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ് റിട്ടേൺസ് നല്ല രീതിയിൽ കുറയും. പക്ഷേ ഒട്ടുമിക്ക ജ്വല്ലറികളിലും ഇപ്പോൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 11 മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ 1 മാസം ജ്വല്ലറിക്കാർ അത് ബോണസായിട്ട് തരും. അപ്പോൾ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കിതിന് യെല്ലോ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് ഗോൾഡ് ETF-ഉം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും. ഇവ രണ്ടാണ്, പക്ഷേ ഏകദേശം ഒരേപോലെയാണ്. നിങ്ങൾക്കിതിന് ഡിഫറൻസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറ്റുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാതെ. ഇനി ഈ ഗോൾഡ് ETF-ഉം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഡീമാറ്റ് അക്കൗണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് പോവാം. ആദ്യം കോസ്റ്റ്. ഈ ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ആകെ നമുക്കൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് മാത്രമാണ്. ഇത് ഫിസിക്കൽ ഗോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. സോ നമുക്കിതിനൊരു യെല്ലോ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് റിസ്ക്. ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയ കാരണം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡീമാറ്റ് അക്കൗണ്ട് സേവ്ഡ് ആണ്. അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിന് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് ലിക്വിഡിറ്റി. നമുക്ക് ഈ ETF-ഉം മ്യൂച്വൽ ഫണ്ടും ക്ലോസ് ചെയ്ത് ക്യാഷ് ആക്കി കിട്ടാൻ ഏകദേശം 1-2 ദിവസം എടുക്കും. സോ ലിക്വിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു യെല്ലോ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കൊരു 100 രൂപ തൊട്ടിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലും ഗോൾഡ് ETF-ലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് ലോണ്. ഈ ETF-ഉം മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലോൺ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ഇത് നമുക്ക് റെഡ് ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് എഫക്റ്റീവ് റിട്ടേൺസ്. ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എക്സിറ്റിലോട് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ എഫക്റ്റീവ് റിട്ടേൺസിനെ ചെറിയ രീതിയിൽ ബാധിക്കും. സോ ഇതിൽ നമുക്കൊരു യെല്ലോ ഫ്ലാഗ് കൊടുക്കാം. നമുക്കിനി അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. സോവറിൻ ഗോൾഡ് ബോണ്ട്, SGB. ഇതൊരു ഗവൺമെൻറ് ബോണ്ടാണ്. അതായത് റിസർവ് ബാങ്കാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഇത് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് നോക്കാം. ആദ്യം കോസ്റ്റ്. SGBക്ക് യാതൊരുവിധ ചാർജും ഇല്ല. സോ ഇതിന് ഗ്രീൻ ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് റിസ്ക്. RBI ആണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്ക് തീരെയില്ല. ഒപ്പം ഈ ബോണ്ട് പേപ്പറായിട്ട് നമ്മുടെ കൈ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക. സോ റിസ്ക് തീരെയില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് ലിക്വിഡിറ്റി. ഇതിന് 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഒപ്പം 8 വർഷമാണ് ഇതിൻ്റെ കാലാവധി വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പൈസയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് റെഡ് ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് മിനിമം 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ പൈസ വേണം SGBയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഇതിന് നമുക്കൊരു യെല്ലോ ഫ്ലാഗ് കൊടുക്കാം. അടുത്തത് ലോണ്. നമുക്ക് നമ്മുടെ ബോണ്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ സാധിക്കും.
സോ അതിന് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് തന്നെ കൊടുക്കാം. അടുത്തത് എഫക്റ്റീവ് റിട്ടേൺസ്. ഇവിടെയാണ് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ SEBിയുടെ ഏറ്റവും വലിയ ഉപകാരം. നമ്മുടെ ഗോൾഡിന് വില കൂടുന്നതിനൊപ്പം നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 2.5% ഇൻട്രസ്റ്റ് എല്ലാ കൊല്ലവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. SEBിയുടെ ഏറ്റവും വലിയ പ്രശ്നം RBI 2024 ഒരു SEBിയുടെ ട്രാഞ്ച് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്നത് കാണാനില്ല. അപ്പോൾ ഇനി എന്ത് ഇഷ്യൂ ചെയ്യുന്നത് യാതൊരുവിധ ഐഡിയയും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്.